ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലേഡീസിന് എല്ലാവർക്കും യൂസ്ഫുള്ളായുള്ള ഈ ഒരു വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഓപ്പൺ ബ്രായാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്ക് ഓപ്പൺ ബ്രായ എപ്പോഴും എല്ലാവർക്കും കംഫർട്ടബിൾ അല്ല. കുറച്ച് കൈക്കൊക്കെ പ്രയാസമുള്ളവർക്കും ഷോൾഡർ പെയിൻ ഉള്ളവർക്കും ചെറുതായിട്ട് പ്രയാസമുള്ളവർക്കും കുറച്ച് ഏജ്ഡ് ആയ ആളുകൾക്കൊക്കെയും അവർക്കൊക്കെ ഇങ്ങനെ പുറകിലേക്ക് വള്ളി ഇടാനായിട്ടും ഹുക്ക് ഇടാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ഓപ്പൺ ബ്രാൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉടുക്കാത്തത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മല്ലുവിൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ, കോട്ടൺ മല്ലുവിൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട്, ഷിമ്മിയുടെ തുണി ഉണ്ടല്ലോ, ഷിമ്മി അടിക്കുക, പെറ്റിക്കോട്ട് അടിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ച് സ്റ്റിക്കായി നിൽക്കും, സ്റ്റിഫായി നിൽക്കും കേട്ടോ. അപ്പം അല്ലെങ്കിൽ നമ്മൾ സെറ്റ് സാരിയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ, സെറ്റ് മുണ്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഡബിൾ ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര നേരിയതാണ്, ഭയങ്കര നേരിയ കോട്ടൺ ആയതുകൊണ്ട് എന്താ പറയുക, ഒക്കെ അങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയത്. അപ്പോൾ നമ്മളിതിന് ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 8.5 ഇഞ്ച് ഇങ്ങോട്ടും 8.5 ഇഞ്ച് ഇങ്ങോട്ടും, ഓക്കെ, രണ്ട് സൈഡിലേക്ക്. അപ്പോൾ നല്ല ഭാഗത്തേക്ക് 8.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ എടുക്കേണ്ടതെന്ന് അളവ് തൊട്ട് മുന്നത്തെ വീഡിയോസ് 2 മോഡൽ ബ്രാ തയ്ച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ മോഡലാണ് കേട്ടോ. അതിന് മുന്നേ വേറൊരു മോഡൽ, പ്ലെയിൻ ആയിട്ടുള്ള മോഡൽ വേറെ തയ്ച്ചിട്ടുണ്ട്. 4 മോഡൽ ബ്രാ തയ്ച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ കേട്ടോ. അപ്പോൾ കണ്ടു നോക്കി നോക്കും. സ്പോർട്സ് ബ്രാ തയ്ച്ചിട്ടുണ്ട്. ഇത് പിന്നെ 3 മോഡൽ വേറെയും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടുന്ന അളവ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് /4 ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം പറയട്ടെ, അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് കൊടുക്കാം കേട്ടോ. കണ്ടു നോക്കി നോക്കും. അപ്പോൾ ചെസ്റ്റ് /4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അളവ് കേട്ടോ. നിങ്ങളുടെ എത്രയാണോ ചെസ്റ്റ് അത് എടുക്കുക. അത് നിപ്പിൾ റൗണ്ടിന് ബേസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതായത് അളവ് കൂടുതൽ, അപ്പർ ബേസ്റ്റ് മെഷർമെൻറ്റ് അളവ് കൂടുതലുള്ള അളവാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഏത് അളവായാലും നിങ്ങൾക്ക് അതുപോലെ എടുക്കാം. 50 ആണെങ്കിലും 40 ആണെങ്കിലും 42 ആണെങ്കിലും 44 ആണെങ്കിലും 36 ആണെങ്കിലും 30 ആണെങ്കിലും 28 ആണെങ്കിലും എല്ലാം ഈ ഒരു ബേസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ചെസ്റ്റ് /4, ഓക്കെ. അതുപോലെ അതിന് ശേഷം വേസ്റ്റിൻ്റെ അളവ്, ഇടുപ്പ് ഭാഗത്തെ അളവും കൂടി എടുത്ത് വയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്നൊരു ബ്രായുടെ അളവ് ഇട്ടാലും മതി, ഓക്കെ. അതിന് ശേഷം ഇത് 4 ഉണ്ട്. ഇത് 4 പീസ് ഉണ്ട്, ക്ലോത്ത് ഉണ്ട്. അതിന് ഇങ്ങനെ കോൺ പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ സൈഡ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് വയ്ക്കുക. അതിന് ശേഷം ഇതിനെ ഒന്ന് ഇവരളവ് ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഭാഗത്തേക്ക് ഫോൾഡഡ് ആണ്, ഈ 2 സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. എന്നിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയത്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഈ ടക്കിൻ്റെ അളവ് വന്നത് എത്രയാണെന്ന് പറയാം. 3.5 ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഓക്കെ. 3.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 3 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. നോർമലാണ് ആ ഒരു അളവ് എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇങ്ങനെ കേട്ടോ, ഇതിൻ്റെ ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ തയ്ക്കുക. ഇതുപോലെ 4 ക്ലോത്തും ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തുകൊണ്ട് തന്നെ കേട്ടോ. ഇതുപോലെ 4 ക്ലോത്തും ഇതേപോലെ തന്നെ തയ്ക്കുക. ഇത് 4 ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇതുപോലെ നമ്മൾ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 4 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട സ്ട്രാപ്പ്, അതൊരു 13 ഇഞ്ച് അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സ്ട്രാപ്പിൻ്റെ അളവ് എത്രയാണോ അത് എടുക്കുക കേട്ടോ. 12-13 ഇഞ്ച് ഉണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. നമ്മളിതിൽ 13.5 ഇഞ്ച് ഉണ്ട് കേട്ടോ. തയ്ച്ച് വരുമ്പോൾ 2 സൈഡിൽ നിന്നും 1/2 ഇഞ്ച് വെച്ചിട്ട് കുറയും. അപ്പോൾ നമുക്ക് 12.5 കിട്ടുള്ളൂ കേട്ടോ. 2 സൈഡിൽ ഒരു സൈഡിലേക്ക് അടിച്ച് പോകുമ്പോൾ 12.5 കിട്ടുള്ളൂ. ഇത് നമ്മൾ അളവ് അങ്ങനെയൊന്നും നോക്കിയില്ല കേട്ടോ. ഈ ഒരു വീതി കറക്റ്റായിട്ട് അങ്ങനെ അളവൊന്നും നോക്കിയില്ല. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് ഇത്തിരി കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാക്കുന്നു കേട്ടോ. അങ്ങനെ സ്ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്നിങ്ങനെ
ഇങ്ങനെ മടക്കി വീണ്ടും ഇങ്ങനെ ഉള്ളിലിട്ട് മടക്കിയിട്ട് ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ 1/2 ഇഞ്ച് ഒരു പോയിന്റ് ഉണ്ടാവും കേട്ടോ. അത് ആ ഒരു അളവിലാണ് നമ്മൾ എടുക്കുന്നത്. 1/2 ഇഞ്ച് ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. വേണ്ട ആ ഒരളവിലാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രൈപ്പ് തയ്ച്ചെടുക്കുന്നത്. ഇത്രയും വീതിയിലുള്ളത് നമ്മൾ ഇത്രയും ചെറുതാക്കി തയ്ച്ചെടുക്കുന്നത്. ഇതിൽ കനത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിനി അലാസ്റ്റിക് ബാക്കിൽ വെക്കുന്നത് ആ രീതിയിൽ വെക്കാനായിട്ട് നമ്മൾ മെറ്റീരിയൽ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ അളവ് 16 ഇഞ്ച്, അതിൻ്റെ ഇരട്ടി ഉണ്ട് കേട്ടോ. 2 ഇരട്ടി ഉണ്ട് കേട്ടോ. നമ്മൾ അലാസ്റ്റിക്കാണ് വെക്കുന്നത്, അതിനനുസരിച്ച് ചെയ്യാനാണ്. അതൊന്ന് വലിച്ച് പിടിച്ച് തയ്ക്കുക ചെയ്യുന്നത്, ആ രീതിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അലാസ്റ്റിക് ഉള്ളിലേക്ക് ഇരിക്കും, ക്ലോത്ത് മാത്രം പുറത്തേക്ക് നിൽക്കുള്ളൂ. 4 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചിന് മുകൾക്ക് വീതിയുള്ള ഒരു പോയിന്റും കൂടി കൂടുതലുള്ള അലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പുറകിലേക്ക് വെക്കാനായിട്ട് നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റിൻ്റെ പകുതി എത്രയാണോ ആ ഒരു അളവ് നോക്കണം കേട്ടോ. ആ അളവ് കൃത്യമായിട്ട് എഴുതി വെക്കണം. വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു അളവ് എഴുതി വെക്കണം. എടുത്തു വച്ചിരിക്കുന്നത് ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചിൻ്റെ ഇരട്ടി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ചിങ്ങനെ ചുരുക്കിയിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. നമുക്ക് കുറച്ച് നീളത്തിൽ ഇത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കപ്പ് സൈസ് ഫ്രണ്ടിൽ വരുന്നത് ഒരെണ്ണത്തിൻ്റെ എടുത്ത് നോക്കാം. അപ്പോൾ 2 എണ്ണത്തിൻ്റെ നമുക്കത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നോക്കുമ്പോൾ തയ്ച്ച് വരുമ്പോൾ ഇപ്പോൾ 8.5 തന്നെ ഉണ്ട് നമുക്ക് തയ്ച്ച് കിട്ടുമ്പോൾ. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഇല്ല, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം 8.5 ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 സൈഡും കൂടി അടിച്ച് വരുമ്പോൾ നമുക്ക് അടിച്ച് പോകുമ്പോൾ 1 ഇഞ്ച് കുറയും. അപ്പോൾ 7.5 വരുള്ളൂ. അപ്പോൾ ഒരു കപ്പ് സൈസിലേക്ക് 7.5 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 7.5യുടെ ഇരട്ടി ആവുമ്പോൾ നമുക്ക് 15 കിട്ടും. നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ് വന്നിട്ട് ടോട്ടൽ 33 ഇപ്പോൾ നമുക്കത് 15 ഫ്രണ്ട് പാർട്ടിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ബാക്കി ഇനി 33 ഇനി 18 കൂടിയും വരും. 15, 30, ബാക്കി ഒരു 3. ഓക്കെ, അപ്പം 18 ഇഞ്ചസും കൂടിയും കൂടുതലായിട്ട് ബാക്ക് പാർട്ടിലേക്ക് വരണം. പക്ഷേ 18 ഇഞ്ചസിൻ്റെ അലാസ്റ്റിക് അപ്പോൾ നമുക്ക് ആവശ്യമില്ല എടുക്കാനായിട്ട്. ഒരു 3 ഇഞ്ചസ് നമുക്ക് അലാസ്റ്റിക് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ 1 ഇഞ്ചിനും ഒരു പൊടിക്കും കൂടിയും കൂടുതലുള്ള ഒരു അലാസ്റ്റിക്കാണ് കേട്ടോ അത് എടുക്കുന്നത്. പുറകിലേക്ക് കറക്റ്റ് 1 ഇഞ്ച് ഒരു പോയിൻറ്റും കൂടിയും കിട്ടുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അലാസ്റ്റിക് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ 15 ഇഞ്ചാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കുന്നത്. ഇനി ഈ എലാസ്റ്റിക്കിനെ നമ്മൾ ബോഡിയായിട്ട് ടച്ച് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്തിൻ്റെ അളവ് കൂടുതൽ എടുത്തിട്ട് അത് ഉള്ളിലേക്ക് ഇട്ടിട്ട് ചെയ്യണം കേട്ടോ. ആ രീതിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 4 ഇഞ്ചിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. ബാക്കി കറക്റ്റ് ഈ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്, 1 ഇഞ്ചിന് മുകളിൽ അലാസ്റ്റിക് ഒരു പോയിന്റ് കൂടുതലുണ്ട്. 1 ഇഞ്ച് ഒരു പോയിന്റുള്ള അലാസ്റ്റിക് ഇങ്ങനെ വെച്ചു. അതിന് ശേഷം ഇങ്ങനെ വയ്ക്കാനുള്ള കറക്റ്റ് അളവിനനുസരിച്ച് ഈ സൈഡും കറക്റ്റ് ചെയ്ത ശേഷം സൈഡ് ഫുള്ളായി തയ്ച്ചെടുത്തു. ഓക്കെ, ഇനി അത് തയ്ച്ചെടുക്കും. ഇനി ഇതിനെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് തയ്ക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് അലാസ്റ്റിക് കയറ്റിയ ശേഷം നമുക്കതിനെ വലിച്ചു പിടിച്ചടിക്കണം. നമുക്ക് ഇതുപോലെ അലാസ്റ്റിക് ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ എത്തുമ്പോൾ അലാസ്റ്റിക് ഇവിടെ പോവാതിരിക്കാനായിട്ട് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് ഈ ഭാഗത്തേക്ക് എത്താൻ സമയമാകുമ്പോഴത്തേക്ക് ഇതൊന്ന് വിട്ടുപോകും. ഇങ്ങോട്ട് വലിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കടത്തി വയ്ക്കുന്നത്. ഇങ്ങനെ കുറച്ച് കൂടുതൽ തുണിയെടുക്കുമ്പോൾ നമുക്ക് ഈ എലാസ്റ്റിക് നമുക്ക് ബോഡിയായിട്ട് ടച്ച് ആവില്ല. അത് നല്ലൊരു കംഫർട്ടബിലിറ്റി ആണ് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫോൾഡ് ആക്കി കൊടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് ചുരുങ്ങി എടുക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നമുക്കൊരു ഏകദേശം ഒരു ഈക്വൽ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു തുണിയെ വലിച്ചെടുത്തിട്ടുണ്ട്. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടി വലിച്ചു പിടിച്ച് തയ്ക്കാം. ഇങ്ങനെ കുറേശ്ശെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് തയ്ക്കാം. ഓക്കെ, അങ്ങനെ തയ്ച്ചാലും കുഴപ്പമില്ല, തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി തയ്ക്കണില്ല, അങ്ങനെ ഇവിടെ വെച്ച് നിർത്തി. ഇനി ഇതിനെ ഇതായിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നല്ല വശം കപ്പ് സൈസിൻ്റെ നല്ല വശം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കപ്പ് സൈസിന് നല്ല വശമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അതിന് ശേഷം നമ്മൾ വള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വള്ളിയുടെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഇതുമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിനി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ
കറക്റ്റ് ഈ ഒരു വള്ളിയുടെ ഈ വീതി ഉണ്ടല്ലോ, ആ വീതി ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ എടുത്തോളണം കേട്ടോ, ഒരു വീതിക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ വരെ ഒന്ന് തയ്ച്ച് ഈ ഒരു പോയിന്റിൽ നിർത്തി ഈ ഒരു പോയിന്റിൽ നിർത്തി അങ്ങനെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ കേട്ടോ, ആ രീതിക്ക് വെച്ചോളൂ. അപ്പോൾ അതൊരു ഫിനിഷിങ്ങിൽ നിൽക്കുള്ളൂ. ഇങ്ങനെ കോൺ പോലെ തയ്ച്ച് ഇവിടേക്ക് ഇങ്ങനെ വന്ന് നിർത്തുമ്പോൾ ഈ വള്ളി ഒരു പിടുത്തം പോലെ നിൽക്കും. അതുകൊണ്ട് ഇപ്പുറത്തെ പോയിന്റിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ സ്ക്വയർ പോലെ തയ്ച്ചിട്ട് ഇവിടുന്ന് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കാം, ഈ വരച്ച പോലെ തന്നെ തയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ നല്ല വശം ഇതേപോലെ തന്നെ ഇത് വെച്ചിട്ട് ഇതിൽ കൂടെ തയ്ക്കാം കേട്ടോ. അതിന് നമ്മൾ തൊട്ട് മുന്നത്തേലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ഫ്രണ്ട് ഓപ്പണിൽ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത്. ബാക്കി ഈ സൈഡിൽ നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു 2.25 ഇഞ്ചിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും, ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കിയും കൊടുക്കും. 2.5 ഇഞ്ച് എടുക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾ 2.5 ഇഞ്ചിൽ ഇങ്ങനെ എടുത്തു. അതിനുശേഷം നമുക്ക് ഇത് ഇവിടെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുക്കാം. നമുക്ക് ഈ ഒരു പോയിന്റ് വരെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെയും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇവിടെയും ഇങ്ങനെ ഇവിടെ ഒരു 3 ഇഞ്ചിൽ അളവെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 3 ഇഞ്ചിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ വരെ ഇവിടെയും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കട്ടിങ് കൊടുക്കുന്നുണ്ട്, ഇവിടെ കട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ തയ്ച്ചാൽ മതി കേട്ടോ. ഈ ഒരു പോയിന്റ് വരെ തയ്ച്ചാൽ മതി. ഈ ഒരു പോയിന്റിൽ നിന്ന് തയ്ച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു വീതിയിൽ തയ്ച്ച് ശേഷം ഇവിടെ നിങ്ങൾ ഇവിടെ ഈ പോയിന്റ് വരെ തയ്ച്ച് നിർത്താം കേട്ടോ. അതുപോലെ 2 എണ്ണത്തിൻ്റെയും ചെയ്തെടുക്കാം. ഈ ഒരു പോയിന്റ് ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഈ ഒരു സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് തയ്ച്ച് നിർത്താം, ഇവിടെ വരെ എത്തിക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുത്തതിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടം വരെ തയ്ച്ചു. എന്നിട്ട് ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തി നിർത്തി. അതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ വള്ളിയുടെ ഭാഗം ഇതുപോലെ വരണം. കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ ഈ ഒരു ഭാഗം. അതില്ലെങ്കിൽ നമുക്കൊരു പിടുത്തം പോലെ ഇങ്ങനെ കോൺ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വള്ളി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന പോലെ ഒരു അപാകത പോലെ വരും കേട്ടോ. അത് വരാതിരിക്കാണ്ട് ഇതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ കുത്തി നിർത്തിയിട്ട് ആണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെയാണ് തിരിച്ചിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാം യൂസ്ഫുള്ളായ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഫ്രണ്ട്സ്. ഒരു ലൈക്കും കൂടിയും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം മറക്കരുത്. ഒരുപാടായി ഞാൻ പറയണു കമൻറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ട്, കുറേ പേര് കമൻറ്റ് ചെയ്യുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റെങ്കിലും തരാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് 3 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ ഭാഗത്തേക്ക്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചിലാണ്. ഈ ഭാഗത്ത് നമ്മൾ 2.5 ഇഞ്ചിലല്ല കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇതേപോലെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ വെറുതെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചു. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതേപോലെ അപ്പുറത്തെ സൈഡിൻ്റെയും ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഭാഗം ഞാൻ എപ്പോഴും വിട്ടുപോകുന്നത്, നമ്മുടെ ഈ കൈക്കുഴിയുടെ ഷേപ്പിൻ്റെ ഭാഗമില്ലേ, നമ്മളെപ്പോഴും ഇതേപോലെ വി പോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് തയ്ക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കൈക്കുഴിയൊക്കെ ഇങ്ങനെ ഷേപ്പായിട്ട് റൗണ്ട് ചെയ്യില്ലേ, നമ്മൾ നെക്ക് ലൈൻ വരയ്ക്കുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കർവ് ചെയ്ത് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് പതിച്ചടിക്കാം. ഓക്കെ, ഈ സൈഡൊക്കെ ഒന്ന് പതിച്ചടിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് എന്തിനാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതിലേക്ക് വെറുതെ അങ്ങനെ ഉള്ളിലേക്ക് കടത്തി വെച്ച ശേഷം ആവശ്യമുള്ള ഭാഗത്ത് തന്നെ വെച്ച ശേഷം ബാക്കി ഇതിങ്ങനെ മടക്കി അടിച്ചിട്ട് ഇതിന് മുകളിൽ കൂടെ തയ്ച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ട് പോയിക്കോളും. ഓക്കെ, ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 2 ഭാഗം ഈ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഉള്ളിലോട്ട് വെറുതെ ഇങ്ങനെ തുമ്പ് മടക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏത് ഭാഗത്ത് കറക്റ്റ് പോയിന്റിൽ ഈ ഒരു സ്ട്രാപ്പ് കൊടുക്കണം അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രാപ്പ് വയ്ക്കാനുള്ളൊരു രീതിക്കുള്ള സ്പേസ് വിട്ടിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് സ്ട്രാപ്പ് വയ്ക്കാൻ കൊള്ളുന്ന രീതിയിലേക്ക് വെച്ചിരിക്കുന്നത്.
അതിനുശേഷം നമ്മളൊരു 3.5 ഇഞ്ചിൻ്റെ സ്ക്വയർ 2 ക്ലോത്ത് എടുത്തിട്ട് ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഒരെണ്ണം താഴെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല വശമാണ് മുന്നിലേക്ക് കാണുന്നത്. ഈ നല്ല വശത്തിൻ്റെ മേളിൽ തന്നെ എനിക്ക് താഴെ ഒരു ക്ലോത്ത് വെച്ചു, അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചത്. ഇതിന് ശേഷം വീണ്ടും എഗെയിൻ ഒരു ക്ലോത്ത് കൂടി അതേ വീതിക്ക് തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, 3 ഇഞ്ചിൻ്റെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റ് ഇതേ കൂടെ മുകളിൽ വെച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. താഴെ ഭാഗത്ത് നിൽക്കുന്ന പോയിന്റ് ഇതേപോലെ തന്നെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇവിടെ നിന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യട്ടെ അവിടെ നിന്ന്. അപ്പോൾ ഇതേ ഇങ്ങനെ വെച്ചപ്പോൾ ഇതാ ഇത്രയും ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് ഓപ്പണിങ്, ഇങ്ങോട്ട് ഓപ്പണിങ്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഇതാ ഇതിങ്ങനെ വെച്ചു, അതേപോലെ തന്നെ ഇതിങ്ങനെയും വെച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് തയ്ക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഈ ഒരു പോയിന്റിലൂടെയും നമുക്ക് തയ്ക്കണം. ഇങ്ങനെ ഇതേപോലെ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ തയ്ക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് അതേപോലെ തന്നെ എടുത്ത് തയ്ക്കാം. ഇങ്ങനെ ആക്കി വെച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ ആക്കി വയ്ക്കാം, ഇങ്ങനെ ആക്കി വയ്ക്കാം. അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചാൽ മതി. അപ്പോൾ കുറേ സമയം ഇരുന്ന് തയ്ക്കുന്ന ആ ഒരു സമയമൊന്നും വരില്ല. കണ്ടോ, ഇതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ തയ്ക്കുക. അപ്പോൾ ഇത് ഫുൾ ഫിനിഷിംഗ് ആയിട്ട് കവറിങ് ആയിട്ട് നിന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. തയ്ച്ചു കഴിഞ്ഞില്ലേ, ഇതുപോലെ വന്നില്ലേ, രണ്ട് സൈഡിൽ ഇതുപോലെ ഈക്വൽ ആക്കിപ്പിച്ചു വെച്ചു. അതിന് ശേഷം നമുക്ക് ഹുക്ക് വയ്ക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി, ഇങ്ങനെ ഒന്ന് മടക്കി. ഓക്കെ, ഒരെണ്ണത്തിൽ ഹുക്ക് വയ്ക്കുക, ഒരെണ്ണത്തിൽ ഹോൾ വയ്ക്കുക. ഓക്കെ, ഒരെണ്ണത്തിൽ ഇതിൽ ഹുക്ക് വയ്ക്കാവുന്ന സ്പേസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ തയ്ച്ച് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഭാഗമാണ് നമുക്ക് തയ്ച്ച് വരുമ്പോൾ റൈറ്റോട്ട് വരിക, ഹുക്ക് ഇടുന്ന ഭാഗമായിട്ട് വരിക. ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹുക്ക് ഇടുന്ന ഒരു ഭാഗമായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഹുക്ക് വയ്ക്കുന്ന ഭാഗമായതുകൊണ്ട് നമുക്ക് ഇതിന് ഒരു മടക്കും കൂടി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഹുക്ക് ഇതിൻ്റെ മുകളിൽ തുന്നുക. ഓക്കെ, ഈ തെറ്റത്ത് 1, 2, 3 ഹുക്ക് തുന്നിയെടുക്കുക. ഓക്കെ, ഇവിടെ വെച്ച് തയ്ക്കുക. ഓക്കെ, ഈ സ്ക്വയറിൽ ഇങ്ങനെ തയ്ക്കുക. അതേസമയം അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ഇത്ര ഭാഗം ഇങ്ങോട്ട് നീക്കി വെക്കുക, അവിടെ ഹുക്ക് വെക്കണം. ഓക്കെ, അപ്പുറത്തേൻ്റെ ഇതുപോലെ ഹുക്ക് വയ്ക്കാനായിട്ട് നീക്കി വയ്ക്കുക. ഇതിപ്പോൾ ഹോൾ വയ്ക്കാനായിട്ട് നീക്കി വയ്ക്കുക. ഇത് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഹുക്കാണ് വെക്കുന്നത്, അപ്പോൾ അത് ഉള്ളിലോട്ട് വെച്ചാൽ അപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇടാനായിട്ടുള്ള സംഭവത്തിന് കുറച്ച് സ്പേസ് ഉണ്ടാവണം. അപ്പോൾ ഇത്ര രീതിയിൽ അപ്പുറത്തേൽ അത് വയ്ക്കുക. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുക. ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു സൈഡിൽ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തു, ഈ ഒരു സൈഡിൽ ഇങ്ങനെ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാം. സ്ട്രാപ്പ് ആദ്യം ഇങ്ങനെ ആദ്യം താഴെ വയ്ക്കുക. അതിന് ശേഷം ഈ രണ്ട് സൈഡുകളും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നല്ല വശം ഇതിനോട് ചേരുന്ന രീതിയിൽ വെച്ചേക്കുന്നത്, സ്ട്രാപ്പിനോട് ചേരുന്ന രീതിയിൽ വെച്ചേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു സൈഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗം കടത്തി വെച്ചു. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ളത് എടുത്തിട്ട് ഇങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ട് കടത്തി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും തയ്യൽ തുമ്പൊന്നും നമ്മുടെ മേത്ത് കുത്തി തറക്കി അസ്വസ്ഥതപ്പെടുത്തുകയൊന്നും ചെയ്യില്ല. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു 1/4 ഇഞ്ചിൽ ഇവിടെയും ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെയും അത് നല്ല സ്ട്രോങ് ആയിട്ട് തയ്ച്ച് കൊടുക്കാം. അത്രയാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിലായി അത്. അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഈ സ്ട്രാപ്പ് ഞാൻ ഇതിനകത്ത് ഇത് വെച്ചു. അതിനുശേഷം ഇനി ബാക്കിൽ ഇതുപോലത്തെ വള്ളിയല്ലേ, ഈ ഒരു വള്ളിയൊരു നമുക്ക് സാധാരണ രീതിയിൽ ഒരു 3.5 ഇഞ്ചിൽ നീക്കിയിട്ട് സാധാരണ രീതിയിൽ വെക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതുമയ്ക്കാണ് പിടിപ്പിക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് രണ്ടിൻ്റെയും ഇതുപോലെ തന്നെ ഇവിടേക്ക് പിടിപ്പിക്കുന്നു. കുറച്ച് സ്പേസ് ഇട്ടിട്ട് രണ്ട് സെൻറ്ററിൽ അല്ലാത്ത രീതിയിൽ കുറച്ചും കൂടെ അങ്ങോട്ട് നീക്കി, സെൻറ്ററിൽ നിന്ന് കുറച്ചും അങ്ങോട്ട് നീങ്ങിയിട്ട് കേട്ടോ. അങ്ങനെ അത്രയും മാത്രം നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ഇതിനകത്തേക്ക് പിടിപ്പിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു ബ്രാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നല്ല കപ്പ് സൈസാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് 3 ഹുക്കും കൂടി വെക്കാനുണ്ട് കേട്ടോ. ഇവിടെ 1, 2, 3. എന്നിട്ട് ഇവിടെ ഹുക്ക്, ഇത് ഹോൾ വയ്ക്കുക, ഇത് ഹുക്ക് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നല്ല രീതിയിലാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയ രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭാഗം നമുക്ക് ഇങ്ങനെ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിലിറ്റിയാണ്. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ നല്ല സോഫ്റ്റാണ് ഇടുമ്പോൾ നല്ല കംഫർട്ടബിലിറ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും, വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെള്ളം വലിച്ചെടുക്കും. ഈ ഒരു കാലഘട്ടത്തിൽ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റോ ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി ചൂടിന് കുറച്ച് കുറവുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ വയസ്സായവർക്കൊക്കെ ഇങ്ങനെ കുടുക്കിടാനൊക്കെ ഫ്രണ്ട് ഓപ്പൺ ആകുമ്പോൾ നല്ല എളുപ്പമാണ് ഇടാനൊക്കെ ആയിട്ട്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സി യു.